ജിദ്ദ കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം വിമാനത്തിനുണ്ടായത്. ജിദ്ദ കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് 398 വിമാനമാണ് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിന്റെ 2 ടയറുകൾ പൊട്ടുകയും ലാൻഡിംഗ് ഗിയർ തകരാറിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര ലാൻഡിംഗ് പൈലറ്റ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജിദ്ദയിൽ നിന്ന് വിമാനം പറന്നുയർന്ന സമയത്ത് തന്നെ വലിയൊരു ശബ്ദം കേട്ടിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. അപ്പോഴും ടയറിന് കുഴപ്പം പറ്റി എന്നുള്ള ഒരു കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. ലാൻഡിങ്ങിന് വെറും 20 മിനിറ്റ് മുമ്പ് മാത്രമാണ് വിമാന അധികൃതർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു കാര്യം തങ്ങളെ അറിയിക്കുന്നതെന്ന് യാത്രക്കാരൊക്കെ പറയുന്നുണ്ട്. ലാൻഡിംഗ് ഗിയറിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം കരിപ്പൂരിൽ ഇറക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പൈലറ്റ് തന്നെ തീരുമാനിക്കുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഭൂപ്രകൃതിയും മുൻകാല അപകടങ്ങളും കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറക്കാൻ പൈലറ്റ് അനുമതി തേടുകയായിരുന്നു. രാവിലെ 7 മണിയോടെ തന്നെ തകരാർ സംബന്ധിച്ച വിവരം സിയാൽ അധികൃതർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരുടെ ബന്ധുക്കൾക്കിടയിൽ പരിഭ്രാന്തി ഒഴിവാക്കാനായി വിവരം അവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും സുരക്ഷാ സന്നാഹങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി ഒരുക്കുകയും ചെയ്തു. ജിദ്ദ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫിനിടെ ടയറിൽ പറ്റിപ്പിടിച്ച വസ്തുവാണ് ടയർ തകരാറിലാവാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം കിട്ടുന്നത്. ടയറിൽ പറ്റിപ്പിടിച്ച വസ്തു എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെ പരിശോധിക്കും, അത് അറിയിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടതോടെ ഏത് സാഹചര്യവും നേരിടാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. മുഴുവൻ യാത്രക്കാരും വിമാനത്താവളത്തിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ കരിപ്പൂരിൽ എത്തിക്കാനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റോഡ് മാർഗം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി യാത്രക്കാരെ കരിപ്പൂരിൽ എത്തിക്കാനുള്ള കാര്യവും ആലോചിക്കുന്നുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട്. 9:07 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തുവെന്ന് സിയാൽ അറിയിക്കുന്നുണ്ട്. ലാൻഡിങ്ങിന് ശേഷം നടന്ന പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചതായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഗേജുകൾ വിട്ടുകൊടുക്കുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 160 യാത്രക്കാരും സുരക്ഷിതരാണ്. ഇവരെ കൊച്ചിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഒന്നുകിൽ വിമാനമാർഗമോ അല്ലെങ്കിൽ റോഡ് മാർഗമോ സുരക്ഷിതരായി എത്തിക്കും എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്.